പുറത്ത് നിലാവുണ്ടായിരുന്നു. ഇലകളിലെല്ലാം മഴവെള്ളത്തിൻ്റെ ബാക്കി അതിൽ നിലാവ് വീണിട്ട് എൻ്റെ മുറിയിലേക്ക് വരുന്നതായിരുന്നു. പഴയൊരോർമ്മക്കുറിപ്പറിയാതെ നോക്കി ഞാനിടറി കരഞ്ഞൊരീ പാതിരാവിൽ അകലയാകാശത്തിനരികിൽ തെളിഞ്ഞിരുന്നൊരു നിലാക്കീറ് നിൻ ചിരി കണക്കെ. മഴ പെയ്തു തോർന്നെങ്കിലും പെയ്തു തീരാത്ത ഹരിതങ്ങളേറ്റെടുത്ത വെളിച്ചം പ്രതിഫലിപ്പിച്ചിരുന്നെന്നിരുൾ മുറിയിലേക്കരികിൽ നീ വന്നതാണോർത്തുപോയി ഞാൻ. നായ്ക്കൾ കുരയ്ക്കുകയാണ്. ഞാൻ വരികയാണെന്ന് തോന്നുന്നു. വഴി തെറ്റാതിരിക്കുവാൻ ഉമ്മറത്ത് ഞാത്തിയിട്ട റാന്തലിന്റെ തിരി അണഞ്ഞിട്ടുണ്ടാകുന്നു. നായ്ക്കൾ കുരയ്ക്കുകയാണ്. അവരോടും ജ്ഞാനികൾ ആരുള്ളൂ? അവനവനോടും അവരനോടും അവർ ഒരേ ഭാഷയിലല്ല സംസാരിക്കാറുള്ളത്. നായ ഒരു ഭാഷയാണ്, നാം അത് വായിക്കാറില്ല എന്നേ ഉള്ളൂ. നായ ഒരു ഭാഷയാണ്, നാം അത് വായിക്കാറില്ല എന്നേ ഉള്ളൂ. മഹാഗുരു സ്വീകരിച്ചാലും ഇതാ നാക്കിലയൊന്നിലൻ വാക്കിൻ പെരുവിരൽ. മഹാഗുരു സ്വീകരിച്ചാലും ഇതാ നാക്കിലയൊന്നിലൻ വാക്കിൻ പെരുവിരൽ. ശാന്തി പാഠം ജപിച്ചിരിക്കുന്നൊരൻ പാവമസ്ത്രക്കുരുന്നു ദൈന്യങ്ങൾ. ജാരനെന്ന അപഹാസമേറ്റോരാവനാഴിതൻ കിരാതമൗനവും ഞാണഴിച്ചലസമയവുമൊരു കാട്ടുവില്ലിൻ തിരുമുൽ കാഴ്ചകൾ. മഹാഗുരു സ്വീകരിച്ചാലും ചിരം ഞങ്ങൾക്കിതേ പഴക്കം. ഗുരുശാസനയ്ക്കപ്പുറം കാടില്ല പോകുവാൻ, ഗുരുശാസനയ്ക്കപ്പുറം പാടില്ല പോകുവാൻ. കാടുകേറുന്ന നീതിബോധങ്ങൾക്ക് ഭീതിയേതുമില്ലാതെ വാണിടുവാൻ പാവമെങ്ങളുപേക്ഷിച്ചിടുന്നിതീ കാടും തേടിയിറങ്ങട്ടെ വൃക്ഷവേരുകൾ, ജീവൻ വെടിയാത്ത നഗ്നമേടുകൾ. പൊടിപ്പിൽ പ്രതീക്ഷതൻ വർഷമേകി വളർത്തിയെടുക്കുവാൻ കാടിൻ്റെ വിത്തുകൾ. പൊടിപ്പിൽ പ്രതീക്ഷതൻ വർഷമേകി വളർത്തിയെടുക്കുവാൻ കാടിൻ്റെ വിത്തുകൾ. മഹാഗുരു രാത്രിയാണിരവിലില്ല യാത്രാമൊഴി. മഴക്കാറുറക്കമാണറിവറ്റ പൈതൽ പോൽ, മഴക്കാറുറക്കമാണറിവറ്റ പൈതൽ പോൽ. ഞാൻ ഒരു പുൽനാമ്പിനെ പോലും ചവിട്ടി നോവിക്കാത്തവൻ, ഒരു നെൽക്കതിർ പോലും കട്ടുകൊത്താ കിളി. ഞാൻ ഒരു പുൽനാമ്പിനെ പോലും ചവിട്ടി നോവിക്കാത്തവൻ, ഒരു നെൽക്കതിർ പോലും കട്ടുകൊത്താ കിളി. മഴ നനയാതുണ്ണി പനി വരും എന്ന അമ്മ തൻ മൊഴിയോർത്ത് വയ്ക്കാൻ മറന്നവൻ, ഒരു കൂടിനും ഉടമയല്ലാത്തവൻ, ഒരു കൂടിനും ഉടമയല്ലാത്തവൻ. മനസ്സിൻ്റെ പാതിയെ അറിയാതെ കൈവിട്ട വഴിയോരമേതെന്നറിയാതെ പോയവൻ, മനസ്സിൻ്റെ പാതിയെ അറിയാതെ കൈവിട്ട വഴിയോരമേതെന്നറിയാതെ പോയവൻ, ഒരു കൂട്ടിനും അടിമയല്ലാത്തവൻ. എങ്കിലും ഇന്നെനിക്കെൻ്റെ നോവിനെ ഒരു നുണയുടെ മാറിൽ നിന്നും പറിച്ചെടുക്കണം. എങ്കിലും ഇന്നെനിക്കെൻ്റെ നോവിനെ ഒരു നുണയുടെ മാറിൽ നിന്നും പറിച്ചെടുക്കണം. തെളിയാൻ തുടങ്ങും ഒരു വിഭാതത്തെ എന്ന പോൽ അതിനെ മാത്രം കണ്ടിരിക്കുവാൻ ഇനി എനിക്കെൻ്റെ മിഴികൾ അടയ്ക്കണം, ഉണരാതെ ഉറങ്ങണം. ആ ലക്കം 3 കവിത ഉണ്ടായിരുന്നു.
അയ്യപ്പൻ്റെ ഒരു കവിതയും മുല്ലനഴിയുടെ എൻ്റെ കവിതയ്ക്ക് നമ്പൂരിയുടെ ഒരു വരയുണ്ടായിരുന്നു. മുല്ലനഴി ഞാൻ ഒരേ പേജിൽ കിടന്നു, അയ്യപ്പെട്ട 6-ാം പേജിൽ കിടന്നു. തൂണ് ഞാൻ ഉത്തരം താങ്ങണം, കുരിരുൾ മച്ചകം കാക്കണം, മാറാലയൊന്നുമേ അഴിയാതെ മാർജാരമൂഷിക സങ്കരമൊരുക്കണം, പകലുറങ്ങാൻ വരും പകവാവലിൻ ചിറിയിലുണങ്ങാത്തരുധിരം ചുമക്കണം, ചിതൽ ചിത്രഭംഗികളുടയാതെ ചിരപുരാതനം മേൽക്കൂര കാക്കണം, വയ്യെനിക്കെൻ്റെ വെരുനോവുന്നു തളരുമെന്നെ തുണയ്ക്കുവാൻ എപ്പോഴും അശുഭം ചിലയ്ക്കുമൊരു ഗൗളി മതിയാകുമോ. ഇത് എൻ്റെ കണ്ണ് ഒരു ഉറവ, നിറങ്ങൾ കടഞ്ഞെടുക്കാൻ ഒരു മൺപാത്രം, പ്രഭാതത്തിൽ വ്രണിതയായ ഒരു ശലഭത്തിനൊപ്പം അത് നടക്കാനിറങ്ങുന്നു, ഉച്ചയ്ക്കൊരു വെൺമുകിലിൻ നെറുകയിലേക്ക് അത് കയറിയെത്തുന്നു, ഒരു മിഴിനീർക്കണം താഴേക്കുരുട്ടി അത് കൈകൊട്ടിച്ചിരിക്കുന്നു, വെയിലാറുമ്പോൾ താഴ്വാരങ്ങളിൽ വനജ്യോത്സനകൾക്കിടയിൽ അത് ഭിക്ഷ തേടുന്നു, രാവിൽ പുഴയിലെ മണൽവാരിക്കുഴികളിൽ അത് വിശ്രമിക്കാനെത്തുന്നു. അപ്പോൾ മത്സ്യകന്യകളുടെ റാണി അതിനോട് ഇങ്ങനെ ചോദിക്കുന്നു, വരം എന്താണ് വേണ്ടത്? അതിങ്ങനെ മറുപടി പറയുന്നു, എൻ്റെ കടക്കണ്ണിലെ നോവ് കരളിലേക്കൊന്ന് മാറ്റിത്തരാമോ? അങ്ങനെ കണ്ണുറങ്ങുന്നു, കരൾ മാത്രം കരഞ്ഞ് ഉണർന്നിരിക്കുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, PA ജോസ്, ഇപ്പോൾ അങ്കമാലി ബ്രാഞ്ചിൽ ഫെഡറൽ ബാങ്കിൽ. ഒരിക്കൽ ഞാൻ അവനെ കാണാൻ ചെന്നപ്പോൾ അവനോട് ചോദിച്ചു, എൻ്റെ വിശേഷങ്ങൾ നീ അറിഞ്ഞോ? എന്ത് വിശേഷം? എനിക്ക് സുഖമില്ല. എന്താ സുഖം? എനിക്ക് ലുക്കീമിയാണ്, ബ്ലഡ് ക്യാൻസർ. എൻ്റെ തലയിലൊരു അടി കൊണ്ട മാതിരിയായിപ്പോയി. ഫെഡറൽ ബാങ്ക് മേളിലെ നിലയിലാണ്, അവിടുന്ന് 18 സ്റ്റെപ്സ് താഴെയുണ്ട്. ആ 18 സ്റ്റെപ്സിനുള്ളിൽ ഞാൻ പൂർത്തീകരിച്ച കവിതയാണ്. നിന്റെ വെളുത്ത ചിരിയിൽ നിന്നൊരു കറുത്ത നക്ഷത്രവും കൊത്തി പറന്നു പോരുമ്പോൾ നിന്നോട് പറയാൻ ഞാൻ മറന്നുപോയതെല്ലാം ഇന്നിതാ ഓർത്തെടുക്കുന്നു. നിന്റെ വെളുത്ത ചിരിയിൽ നിന്നൊരു കറുത്ത നക്ഷത്രവും കൊത്തി പറന്നു പോരുമ്പോൾ നിന്നോട് പറയാൻ മറന്നുപോയതെല്ലാം ഇന്നിതാ ഞാൻ ഓർത്തെടുക്കുന്നു. പുസ്തകങ്ങളെല്ലാം കത്തിത്തീർന്നു കഴിഞ്ഞ് വാക്കുകളുടെ ചിതാഭസ്മ ധൂളികൾ അവിചാരിതം ഒരു മഴയിൽ ഒഴുകി ഒലിച്ചു കഴിഞ്ഞു. അക്ഷരങ്ങൾ അവയുടെ പിറവിയിലേക്ക് മടങ്ങുന്നൊരു മുഹൂർത്തമുണ്ട്, അതിനിഗൂഢം. അന്ന് ഒരു ചെറുകാറ്റായി പിറക്കാൻ വേണ്ടിയാണ് ഇന്നിതാ ഞാൻ മരിച്ചു പോകുന്നത്. അക്ഷരങ്ങൾ മാതൃഗർഭത്തിൽ നിന്ന് പിന്നെയും നടക്കാൻ ഇറങ്ങും, വാക്കരുവിയിലൂടെ, പുസ്തകപ്പുഴയിലൂടെ. അന്നതിൻ്റെ യാത്ര ഞാൻ കണ്ടു നിൽക്കും. അതിനായി എൻ്റെ ആൽമരച്ചിലയെ ഞാൻ പറക്കാൻ പഠിപ്പിക്കും. പുനർജന്മങ്ങൾക്ക് ഇടയിലുള്ള ഇടവേള അതിനായി മാത്രമാണ് ഞാൻ ചെലവഴിക്കുക. സഖാവേ, ഇതെൻ്റെ ശപഥം, സത്യം. വരിക, ഒരു കാവൽക്കാരൻ ആകേണ്ടത് എങ്ങനെയാണെന്ന് നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം. കാലുകളുടെ എണ്ണം പ്രശ്നമല്ല, പക്ഷേ വാലൊരെണ്ണം നിനക്ക് നിർബന്ധം. നിന്റെ ചുവന്ന കണ്ണുകളിലും കൂർത്ത പല്ലുകളിലും ചുരമാന്തുന്ന പക യജമാനിൽ നിന്ന് സമർത്ഥമായി ഒളിച്ചു പിടിക്കാൻ നിനക്ക് കഴിയണം. അതിനായി അവൻ്റെ ശ്രദ്ധയാകെ നിരന്തരമാട്ടുന്ന നിൻ്റെ വാലിൽ നീ കുരുക്കിയിടണം. കടന്നു പോകുന്ന ഓരോ നിഴലിനെയും നടുക്കുന്നൊരു കുരയായി നീ പിന്തുടരണം. കള്ളനാരെന്നും ജാരനാരെന്നും നീ തിരിച്ചറിയണം. തിരിച്ചറിവുകളെ ഒരു മുരളിൻ്റെ സാന്ദ്രതയിലേക്കും ഒരു മൗനത്തിൻ്റെ സഹായതയിലേക്കും ഉചിതമാം വിധം പകർത്തിവെക്കാൻ നീ പഠിക്കണം. സ്നേഹിത, ഇങ്ങനെയാണ് ഇന്നലെ ഞാനും ഒരു നായയായത്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ലൂയിസ് പീറിന് ഭ്രാന്താണ്. അപ്പനോട് പറഞ്ഞു. അപ്പോൾ അപ്പം പറഞ്ഞു, അവന് ഭ്രാന്തൊന്നുമില്ല പറഞ്ഞു. ആ ചികിത്സിച്ചിട്ട് ഞാൻ വരണമെന്നുണ്ടാവുള്ളൂ. അവളുടെ വീട്ടിൽ പോയി കൂന്തം. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഭാര്യനെയാണ്. ഞാൻ 6-7 ദിവസം നോക്കി, അവൾ വരണില്ല. അപ്പം ഞാൻ പതിയെ
കോലഞ്ചേരി മെഡിക്കൽ കോളേജാണ്. അന്ന് ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞിട്ട് എൻ്റെ സൈക്കാട്രിസ്റ്റിനോട് പറഞ്ഞു എനിക്ക് ഭ്രാന്താണ്, എന്നെ ചികിത്സിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരാൾ എന്ന് പറഞ്ഞിട്ട് ചികിത്സിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കൂടെ വേണമെന്ന് പറയണം. അന്ന് മൊബൈലൊന്നുമില്ലോ. ഞാൻ അപ്പനോട് പറയുന്നു, വിളിച്ചു പറയുന്നു ഞാനിവിടെ ആശുപത്രിയിൽ വരണമെന്ന് പറയുന്നു. അപ്പനൊന്നും വന്നില്ല. ഞാൻ ആശുപത്രിയുടെ വരാന്തിൽ കിടന്നു. ഭയങ്കര കൊതുക്, നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല, സ്വപ്നങ്ങളിങ്ങനെ വരാം. അന്ന് എഴുതി തുടങ്ങിയ കവിതയത് കറുത്ത വന്നു. അന്ന് എഴുതി ഇത്രയാണ്: യാത്രികനൻ വിളക്കിൻ്റെ കൂടും ഈ നിശീധത്തിൻ കളിക്കയ്യു തട്ടിത്താഴെ വീഴും. കണ്ണിലൊരു കാണാക്കിനാവിൻ്റെ പ്രേത ശരീരം ചിതയ്ക്കു കാക്കുന്നു. 1000 നാമമന്ത്രങ്ങളോടൊപ്പം എന്നാരായവും ഞാൻ നിവേദിച്ചുവെങ്കിലും പോവുകെന്നെന്നെ ശപിക്കുന്ന ദേവൻ എൻ പ്രാർത്ഥനാ പൂവും തിരിച്ചു നൽകുന്നു. എങ്ങനെ ഞാൻ ഈ നിശീധം കടക്കും? ഇന്നിങ്ങനെ സ്വപ്നമഴ പെയ്താൽ എങ്ങനെ വാക്കിൻ കടൽ താണ്ടും? അക്ഷരക്കുഞ്ഞും മരിച്ചു തിരിച്ചു പോയാൽ ഇടറരുതേ എന്നരുമയായി താങ്ങുവാൻ, കരയരുതേ എന്ന് കവിൾ തലോടിയിടുവാൻ, പിമ്പോട്ട് നോക്കാതെ പടിയിറങ്ങുമ്പോൾ ഇനി വരില്ലേ എന്നനുഗ്രഹിച്ചിടുവാൻ, വെയിലായി വർപ്പിൻ്റെ മുത്തണിയിക്കുവാൻ, കുളിരായി ആ പാദമോമനിച്ചിടുവാൻ, വഴികളൊന്നൊന്നായി പിരിയുമ്പോഴും ഒടുവിലൊരുമിക്കും ഇവയെന്നു സാന്ത്വനിപ്പിക്കുവാൻ, നല്ലൊരാകാശവും അർക്കചന്ദ്രന്മാരും 1 കോടി നക്ഷത്രജാലവും നേരുവാൻ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അല്ലല്ല വെറുതെ മോഹിക്കുന്നു യാത്രയാകുന്നു ഞാൻ. കടലാസ് വയ്ക്കുവാൻ ഒരു ചെറുതാങ്ങിൻ്റെ തുണ പോലുമില്ലാത്ത യാത്രികൻ ഞാനിന്ന് വെറുതെ വരയ്ക്കും ഈ അക്ഷരക്കോലങ്ങൾ. വികൃതമാണെങ്കിലോ നീയേ ക്ഷമിക്കുക. നീയേ ക്ഷമിക്കാൻ പഠിപ്പിച്ചവൾ, നീയേ മറക്കാൻ പഠിപ്പിച്ചവൾ, ഓർമ്മയാണുയിരെന്നോതി ഉറപ്പിച്ചു തന്നവൾ. ഒറ്റയ്ക്കിരുന്ന് നെയ്തു തീർത്തതാണത്രേ ഈ കണ്ട കിനാവുകളെല്ലാം. ഒടുവിൽ അവയുടെ വലക്കുരുക്കിൽ എൻ്റെ യാത്രയുടെ കാലുകൾ ഉടക്കിപ്പോയിരിക്കുന്നു. ഒറ്റയ്ക്കിരുന്ന് നെയ്തു തീർത്താണത്രേ ഈ കണ്ട കിനാവുകളെല്ലാം. ഒടുവിൽ അവയുടെ വലക്കുരുക്കിൽ എൻ്റെ യാത്രയുടെ കാലുകൾ ഉടക്കിപ്പോയിരിക്കുന്നു. ഈയുള്ളവൻ കൊയ്തു തീർന്ന വയലാണത്രേ. മഴയും മേഘനിഴലും അവയ്ക്കിഷ്ടമുള്ളപ്പോൾ എൻ്റെ മേൽ വരുന്നു. എൻ്റെ മൗനം ഉടയ്ക്കേണ്ട എന്ന് കരുതിയാവാം എന്നോടൊന്നും ഉരിയാടാതെ അവ തിരികെ പോകുന്നു. ശരിക്കും ഗണിച്ചു തന്നെയാണത്രേ പറഞ്ഞത് ശനിദശയാണെന്ന്. ശരിക്കും ഗണിച്ചു തന്നെയാണത്രേ പറഞ്ഞത് ശനിദശയാണെന്ന്. ഇനി ചിതയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാനുള്ളൂ. ഇനി ചിതയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യുവാനുള്ളൂ. വൃക്ഷങ്ങൾക്കിടയിലൂടെ ഒരു ദൈവം നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പക്ഷിക്കൊപ്പം ഞാൻ ഉറങ്ങാറുള്ള കൂട് ഇന്നവൻ തകർക്കും. മുള്ളും പറക്കാരയും വിളയുന്ന മണ്ണിലേക്ക് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇന്ന് ഞാൻ ഇറങ്ങിപ്പോകും. ഒരു കിളിയും ഇനി അവനു വേണ്ടി പാടുകയില്ല. ഒരു കാറ്റും അവനോട് കൂട്ടുകൂടുകയുമില്ല. ദയാരഹിതൻ ദൈവം തന്നെയായി തുടരും. നടന്ന് ഞാൻ തീർത്ത കഠിന പാതകൾ മാതൃഗർഭത്തിൽ നിന്ന് ഗാഗുൽത്തായിലേക്ക്, എൻ്റെ കുരിശിൽ നിന്ന് വ്യാകുല മാതാവിൻ്റെ മടിയിലേക്ക്. നടന്ന് ഞാൻ തീർത്ത കഠിനപാതകൾ മാതൃഗർഭത്തിൽ നിന്ന് ഗാഗുൽത്തായിലേക്ക്, എൻ്റെ കുരിശിൽ നിന്ന് വ്യാകുല മാതാവിൻ്റെ മടിയിലേക്ക്. ശേഷം നടന്നതൊന്നും ഞാനല്ല. യാത്ര പുരുഷ ലക്ഷണമാണ്. യാതന അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. രാവിൻ്റെ ഗർഭത്തിലാണ് പകൽ ഉരുവാകുന്നത് എന്ന് പറയപ്പെടുന്നത് പോലെ യാത്ര പുരുഷ ലക്ഷണമാണ്. യാതന അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. രാവിൻ്റെ ഗർഭത്തിലാണ് പകൽ ഉരുവാകുന്നത് എന്ന് പറയപ്പെടുന്നത് പോലെ. ഞാൻ ഈ കവിതയ്ക്ക് പേരിട്ടിരുന്നത് ശ്രീകൃഷ്ണ വിലാപമെന്നാണ്. അയ്യപ്പട്ടൻ അത് നോക്കിയിട്ട് പറഞ്ഞു, എടാ ശ്രീകൃഷ്ണ വിലാപം വേണ്ട, കൃഷ്ണവിലാപം മതി എന്നുണ്ട്. ശ്രീ എന്നുള്ളത് അദ്ദേഹം വെട്ടിക്കളഞ്ഞു. ഈ കവിത എന്നുണ്ടെങ്കിൽ ഈ കൃഷ്ണൻ ഈ മരത്തേലിരിക്കുമ്പോൾ, കൃഷ്ണൻ്റെ ശില്പങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ നാട്ടിൽ.
അതുണ്ടാക്കിയിട്ട് ശില്പിയോട് പറയുന്നതാണ് ഈ സാധനം. എന്നാണ്. കൃഷ്ണൻ മരിച്ചിട്ടില്ല. അങ്ങനെ നോക്കിയാൽ നീ തന്നെയാണ് കേമൻ. അങ്ങനെ നോക്കിയാൽ നീ തന്നെയാണ് കേമൻ. ഉളി കൊണ്ട് നീ തെളിച്ചിട്ട കൃഷ്ണശിലയിൽ ഇന്ന് എത്രയെത്രയോ ഹാരാനുരാഗങ്ങൾ. ഞാൻ വെറും ദൈവം മാത്രം. ഒരു വെയിലെന്നെ വിയർപ്പിച്ചുവെന്നോ, ഒരു മഴ എന്നെ നനച്ചുവെന്നോ, ഒരു രാവെന്നെ കുളിർപ്പിച്ചുവെന്നോ പരിഭവം പറയുവാനാകാതെ രുധിരലഹരിയിൽ മയങ്ങിയ രുദ്രദർഭകൾക്ക് കാവലാണ്. ഞാൻ വെറും ദൈവം മാത്രം. ഒരു വെയിലെന്നെ വിയർപ്പിച്ചുവെന്നോ, ഒരു മഴ എന്നെ നനച്ചുവെന്നോ, ഒരു രാവെന്നെ കുളിർപ്പിച്ചുവെന്നോ പരിഭവം പറയുവാനാകാതെ രുധിരലഹരിയിൽ മയങ്ങിയ രുദ്രദർഭകൾക്ക് കാവലാണ്. വിജയം വിലാപത്തിൻ്റെ മറുപുറമാണ്. വിജയം വിലാപത്തിൻ്റെ മറുപുറമാണ്. എൻ്റെ ദുഷ്ടവേടൻ ഇന്ന് മറ്റൊരു മൃഗത്തിന് പുറകെയാണെന്ന് തോന്നുന്നു. അവൻ വൈകുന്നു. ഉലയിൽ നിന്ന് ഇപ്പോൾ മാത്രം പുറത്തെടുത്ത ഹൃദയത്തോട് കത്തിമുനയ്ക്ക് പറയുവാനൊന്നുമില്ലായിരുന്നു, ചെയ്യുവാൻ മറ്റൊന്നുമില്ലായിരുന്നു. ഒരു ഗാഠാലിംഗനത്തിലൂടെ അതിനെ തൻ്റെ മാറോട് ചേർക്കുകയല്ലാതെ. സംഭാഷണം എന്നാൽ എന്താണെന്ന് പാവം ഹൃദയം പഠിച്ചത് അങ്ങനെയാണ്. വിശപ്പ് വേറെ ചെയ്യാനില്ല. കവിത എഴുത്തല്ല, വേറെ പരിപാടിയില്ല. എന്താ ചെയ്യാൻ പറ്റുക? വെള്ളമില്ല, ഭക്ഷണമില്ല, ബീഡിയില്ല, ഒന്നുമില്ലെങ്കിൽ പിന്നെ കവിത എഴുതാൻ പറ്റുള്ളൂ. തൊഴുത്തിൽ തൂശൻ ഇലയിട്ട് നിനക്ക് നത്താഴം, ഉണ്ണാൻ ആവോളം ഇളംപുല്ല്, നുറുക്കിയ പ്ലാവിലയും തൊട്ടാവാടി തളിരും ഉപദംശങ്ങൾ. നുറുക്കിയ പ്ലാവിലയ്ക്കും തൊട്ടാവാടി തളിരിനും ഉതകിയ കത്തി നിൻ്റെ കഴുത്തിനും ചേരും. പക്ഷെ അത് നാളെ. ഇന്ന് ഞാൻ ഒരു സൂര്യബിംബത്തെ ഗായത്രി ചൊല്ലി ഉണർത്തട്ടെ. നാളെ നീ നിൻ്റെ ജീവൻ വെടിയും നേരം ഇരുണ്ടു പോകുവാനായി മാത്രം. സൂര്യനിൽ നിന്ന് പ്രകാശം പുറപ്പെട്ടു പോയി. കുറച്ചാളുണ്ടാവും. ആകാശത്ത് ആകാശഗംഗ, മിൽക്കി വേ, ഒരുപാട് നക്ഷത്രങ്ങളാണ്. പൂർവപക്ഷങ്ങൾ, അർത്ഥമില്ലാത്ത അക്ഷരവേലകൾ,